ഹലോ മക്കളെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ മാത്സിലുള്ള 4ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ലെറ്റ്സ് ജോയിൻ ടുഗദർ, അതായത് കൂട്ടുകൂടാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് മക്കൾക്ക് ക്ലാസ് നല്ലപോലെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വേറെ സബ്ജക്റ്റ് കിട്ടണമെങ്കിൽ ഇതിൽ തന്നെ പ്ലേലിസ്റ്റ് പോയാൽ ക്ലാസ് 3 ഏതാണ് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ക്ലാസ്സിലിട്ട വീഡിയോസൊക്കെ വരുന്നതാണ് കേട്ടോ. ഇനി മാത്സ് ആണ് വേണ്ടതെങ്കിൽ പ്ലേലിസ്റ്റ് പോയിട്ട് ക്ലാസ് 3 മാത്സ് എന്ന് അടിച്ചാൽ ഇതുവരെ 8 ചാപ്റ്റേഴ്സൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവേ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇവിടെ മാത്സ് ഫസ്റ്റ് ആണ് അല്ലേ, അതായത് ഗണിതോത്സവം സ്വാഗതം എന്നാണ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് അതായത് ഗണിതോത്സവം. ബിബി ആൻഡ് ഫ്രണ്ട്സ് ആർ ഹിയർ ഫോർ ദ മാത്സ് ഫസ്റ്റ്. ബിബിയും കൂട്ടുകാരും ഗണിതോത്സവത്തിനെത്തിയല്ലോ. ഫ്രണ്ട്സ് പ്ലീസ് വിസിറ്റ് ഓൾ ദ സ്റ്റോൾസ്. കൂട്ടുകാരെ എല്ലാ സ്റ്റാളും കണ്ടുപോകണേ. അപ്പോൾ സ്റ്റാൾ 1 എന്താണ്? കൂട്ടി നോക്കൂ, നിറം കൊടുക്കൂ അല്ലേ. ആഡ് അപ്പ് ആൻഡ് കളർ ഇൻ. ടേക്ക് 2 കാർഡ്സ് ഫ്രം ദ ബോക്സ്, അതായത് പെട്ടിയിൽ നിന്ന് 2 കാർഡ് എടുക്കുക. എന്നിട്ട് ഫൈൻഡ് ദ സം, തുക കണക്കാക്കൂ. കളർ ദ ഫ്ലവർ, പൂവിന് നിറം കൊടുക്കൂ. അതായത് ഇവിടെ എടുത്ത ഒരു ഫ്ലവർ നോക്കിക്കേ, ഓരോ ഫ്ലവറിലും എത്രയാണ്? 60 ഉണ്ട്, 45 ഉണ്ട്, 65 ഉണ്ട്, 40 ഉണ്ട്, 70 ഉണ്ട് അല്ലേ. ആ ഒരു സമ്മ് കിട്ടുന്ന രീതിയിൽ, സമ്മ് എന്ന് പറഞ്ഞാൽ ആ ഒരു തുക കിട്ടുന്ന രീതിയിൽ 2 കാർഡ് വേണം മക്കൾ എടുക്കാൻ. അപ്പോൾ എന്താണ്? ആദ്യം 70 ആണല്ലേ, 70 ആണ്. 70-ന് ഏതൊക്കെ കാർഡ് എടുത്താലാണ് 70 ആവുക? പല സംഖ്യകൾ വെച്ച് കൂട്ടിയാൽ 70 ആവും അല്ലേ. 10 + 60 കൂട്ടിയാൽ 70 ആവും, 20 + 50 കൂട്ടിയാൽ 70 ആവും. അങ്ങനെ മക്കൾക്ക് ഇഷ്ടമുള്ളത്. അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിളിന് ഓരോ നമ്പേഴ്സ് കൊടുക്കാം കേട്ടോ. അപ്പോൾ 70-ന് നമുക്ക് 10 + 60 കൊടുക്കാം അല്ലേ. അടുത്തത് ഏതാണ്? 60 ആണ്. 60 കിട്ടണമെങ്കിൽ ഏതൊക്കെ കൊടുക്കാം? 20 + 40 കൊടുത്താലോ. അടുത്തത് ഏതാണ്? 45 കിട്ടണം. അപ്പോൾ നമുക്ക് 15 + 30 കൊടുക്കാം അല്ലേ. ഇനി നെക്സ്റ്റ് 65 ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ 35 + 30 കൊടുക്കാം. അടുത്തത് 40 ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ 10 + 30 കൊടുക്കാം. ഇതിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മക്കൾ ഇത് തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഓരോ നമ്പേഴ്സും 2 കാർഡുകൾ തമ്മിൽ, 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ ഈ ഒരു തുക കിട്ടുന്ന ഏത് നമ്പേഴ്സും വെച്ച് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അടുത്തത് എന്താണ്? പെയറിങ്, ജോഡിയാക്കാം. പെയർ പറഞ്ഞിട്ട് എന്താണ് തന്നിട്ടുള്ളത്? 1 + 9 തന്നിട്ടുണ്ട്. അതിൻ്റെ തുക സം എത്രയാണ്? 1ഉം 9ഉം കൂട്ടിയാൽ എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പോൾ അതുപോലെ താഴേക്ക് കുറേ 10 കൊടുത്തത് കണ്ടോ? അതിൻ്റെ ഇപ്പുറത്ത് 2 ഡാഷ് ഇട്ടിട്ട് ഒഴിച്ചിട്ടിട്ടല്ലേ ഉള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? 10 കൂട്ടിയാൽ കിട്ടണം. 2 സംഖ്യകൾ കൂട്ടിയാൽ 10 കിട്ടണം. അപ്പോൾ ഫസ്റ്റ് അവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് തന്നത് എന്താണ്? 1 + 9. അപ്പോൾ അടുത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 2 + 8 അല്ലേ. 2ഉം 8ഉം കൂട്ടിയാൽ 10 അല്ലേ. പിന്നെയോ 3 + 7. അടുത്തത് 4 + 6. പിന്നെയോ 5 + 5 അല്ലേ. അടുത്ത ഒരു ബോക്സിൽ എന്താണ്? ജോഡി, തുക, പെയർ, സം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. തുക എന്നുള്ള സ്ഥലത്ത് ഏതാണുള്ളത്? 100 ആണല്ലേ. ഫുള്ള് താഴോട്ട് 100 അല്ലേ ഉള്ളത്. അപ്പോൾ ജോഡി എന്നുള്ള സ്ഥലത്ത്, പെയർ എന്നുള്ള സ്ഥലത്ത് എന്താ തന്നിട്ടുള്ളത്? 1 + ഡാഷ്. അപ്പോൾ 1നോട് എത്ര കൂട്ടിയാലാണ് 100 കിട്ടുക അല്ലേ. 100ൽ നിന്ന് 1 പോക്കിയാൽ പോരെ. 100ൽ നിന്ന് 1 ഒഴിവായാൽ എത്രയാണ്? 99, 99 ആണ് അല്ലേ. അടുത്തത് ഡാഷ് + 65 ആണ് അല്ലേ, 65 ആണ്. അപ്പം 100 ആവണമെങ്കിൽ 65നോട് എത്ര കൂട്ടണം? 65നോട് എത്ര ആഡ് ചെയ്യണം? അതിന് നമുക്ക് എന്ത് ചെയ്യാം? 100ൽ നിന്നും 65 മൈനസ് ചെയ്യുക അല്ലേ, കുറയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുക. 65നോട് ഒരു 5 കൂട്ടുമ്പോൾ എത്രയാണ്? 70 ആയി. പിന്നെ 80 ആവണമെങ്കിൽ ഒരു 10, 90 ആവണമെങ്കിൽ വീണ്ടും ഒരു 10, 100 ആവണമെങ്കിൽ വീണ്ടും ഒരു 10. അപ്പോൾ 3 10ഉം പിന്നെ ഒരു 5. അപ്പോൾ എത്രയാണ്? 35, 35 അല്ലേ.
അടുത്തത് എത്രയാ തന്നിട്ടുള്ളത്? 60 പ്ലസ് ഡാഷ്, 60 പ്ലസ് ഡാഷ് ആണ് അല്ലേ. അപ്പോൾ 100 ആവണമെങ്കിൽ നമുക്ക് 10 വെച്ച് കൂട്ടി നോക്കാം. 10 ആഡ് ചെയ്ത് നോക്കാം. 60 കഴിഞ്ഞാൽ പിന്നെ എത്രയാ? 10 കൂട്ടുമ്പോൾ 70, 80, 90, 100. അപ്പോൾ എത്ര കൂട്ടണം? 40 കൂട്ടണം അല്ലേ. 4 10 കൂട്ടണം. അപ്പം 60യും 40യും ആഡ് ചെയ്താൽ 100 ആണ്. അടുത്തത് എത്രയാണ്? 70 ആണ് അല്ലേ. 70നോട് 100 ആവണമെങ്കിൽ എത്ര കൂട്ടണം? മക്കളൊന്ന് കൂട്ടി നോക്കിക്കേ. 80, 90, 100. അപ്പോൾ 30 അല്ലേ. ലാസ്റ്റ് എത്രയാണ്? ഡാഷ് പ്ലസ് 45 അല്ലേ. 45 ആണ്. 45ലേക്ക് പിന്നെ എത്ര കൂട്ടിയാലാണ് 100 ആവുക? 100 ആവുക? 50ഉം 50ഉം ആണ് അല്ലേ. 100 50യും 50യും ആഡ് ചെയ്താൽ 100 അല്ലേ, 100 അല്ലേ. അപ്പോൾ ആ 50യിൽ നിന്നും ഒരു 5 അല്ലേ കുറച്ച് 45 45 ആയി. ആ ഒരു 5 അപ്പുറത്തേക്ക് കൂട്ടി കൊടുത്താൽ പോരെ. ഇപ്പോൾ 45. ഇങ്ങനെ മക്കൾക്ക് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 45നോട് 5 കൂട്ടിയാൽ 50, പിന്നെ ഒരു 50യും കൂടി കൂട്ടിയാലല്ലേ 100. അപ്പോൾ 5ഉം 50യും 55. There are other pairs too which add up to 100. Can you find some more? 100 തുകയായി വരുന്ന ജോഡികൾ ഇനിയുമുണ്ടല്ലോ, കണ്ടുപിടിക്കാമോ എന്നാണ്. അപ്പോൾ അവിടെ ഏതൊക്കെ തന്നിട്ടുള്ളത്? 49 പ്ലസ് 51 ഈക്വൽ ടു 100 അല്ലേ. 49 കൂട്ടണം 51 സമം 100. അതുപോലെ തന്നെ 48 പ്ലസ് 52 ഈക്വൽ ടു 100 അല്ലേ. 48 പ്ലസ് 52 ഈക്വൽ ടു സമം 100 ആണ് അല്ലേ. 100 തുകയായി വരുന്ന എല്ലാ ജോഡികളും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയില്ലേ. അതിനെന്താ ഒരു എളുപ്പമാർഗം? ഇവിടെ 1 കുറയ്ക്കുമ്പോൾ അപ്പുറത്ത് 1 കൂട്ടുക. അപ്പോൾ അല്ലേ 49, 50ൽ 50 50 അല്ലേ 100. അപ്പം 50ൽ നിന്നും ഒരു ഭാഗത്ത് 1 കുറയ്ക്കുക. അപ്പോൾ 49 ആ 1 മറ്റേ ഭാഗത്ത് കൂട്ടുക. അപ്പോൾ അവിടെ 51. പിന്നെ ഇവിടെ 48, അവിടെ 52, ഇവിടെ 47, അവിടെ 53, ഇവിടെ 46, അവിടെ 54. ഇവിടെ എത്ര കുറയ്ക്കുന്നോ അത് അപ്പുറം ഭാഗത്ത് കൂട്ടിക്കൊടുക്കുക. 2 എണ്ണമാണല്ലോ ഒരു ജോഡി എന്ന് പറയുന്നത്. 100 തുകയായി വരുന്ന ഒരു ജോഡി സംഖ്യകളാണല്ലോ 80ഉം 20ഉം 80യും 20യും 100 അല്ലേ അതിൻ്റെ തുക. 80യും 20യും കൂട്ടിയാൽ 100 അല്ലേ വരുന്നത്. കണക്ട് ഓൾ പെയേഴ്സ് വിത്ത് ദ സം 100 അല്ലേ. 100 തുകയായി വരുന്ന എല്ലാ ജോഡികളും തമ്മിൽ ചേർത്ത് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 49 അതിനോട് 51 ആണ്. പിന്നെ 52നോട് 48, പിന്നെ 47നോട് 53, 46നോട് 54, 45നോട് 56 അല്ല 55, പിന്നെ 44നോട് 56, 43നോട് 57, 42നോട് 58, 41നോട് 59. അങ്ങനെ ആ രീതിയിൽ കൂട്ടി പോവാം. അടുത്തത് എന്താണ്? പെയേഴ്സ് മേക്കിംഗ് 1000 അല്ലേ. 1000ൻ്റെ ജോഡികൾ നോക്കിയാലോ. ഇതുപോലെ 2 എണ്ണം വരുന്നതാണല്ലോ, 2 എണ്ണമാണല്ലോ ഒരു ജോഡി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 100ൻ്റെതാണ് ഇതുവരെ നോക്കിയിട്ടുള്ളത്. ഇനി 1000ൻ്റെ നോക്കിയാലോ. 1000 ഇവിടെ തന്നിട്ടുള്ളത് എത്രയാണ്? 50 പ്ലസ് 950 ഈക്വൽ ടു 1000 അല്ലേ. 50ഉം 950ഉം കൂട്ടിയാൽ 1000 ആണ് കിട്ടുന്നത്. ഇനി അടുത്തത് ഇപ്പുറത്തേക്ക് ഒരു 100ഉം കൂടെ കൊടുക്കുക. 150ഉം 850ഉം കൂട്ടിയാൽ എത്രയാണ്? 1000 ആണ്. അതെങ്ങനെയാ? 50ലേക്ക് ഒരു 100, 950 എടുത്ത്. അപ്പോൾ ആ 100 എന്ത് ചെയ്യുക? അപ്പുറം കുറഞ്ഞ് 850 ആയിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടെ 150 എന്നുള്ളടത്ത് ഒരു 100ഉം കൂടെ എടുത്തിട്ട് 250 ആയിട്ടുണ്ട് ഇവിടെ. അപ്പം നമ്മൾ അവിടെ 850ൽ നിന്ന് ഒരു 100 കുറയ്ക്കണം. ഇവിടെ കൂട്ടുന്നത് അപ്പുറത്ത് കുറയ്ക്കുക. അപ്പോൾ 850ൽ നിന്ന് 100 പോകുമ്പോൾ എത്രയാണ്? 750 അല്ലേ. 750 ആണ്. വീണ്ടും ഇതാ ഇവിടെ തന്നിട്ടുള്ളത് ഡാഷ് പ്ലസ് 650 ആണല്ലേ. 650 ആണ്. അപ്പോൾ എത്ര കൂട്ടണം? ഒരു 100ഉം കൂടെ അവിടെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ആ 100 നമ്മൾ ഇപ്പുറം കൂട്ടിക്കൊടുക്കുക അല്ലേ. 750ൽ നിന്നും 100 പോയപ്പോൾ 650 ആയിട്ടുണ്ട്. അപ്പോൾ ആ 100 നമ്മൾ അപ്പുറത്ത് കൂട്ടിക്കൊടുക്കണം. അപ്പോൾ 250ലേക്ക് 100 കൂട്ടിയാൽ എത്രയാണ്? 350 അല്ലേ. 350 ആണ്. അപ്പോൾ 350യിലേക്ക് വീണ്ടും ഒരു 100 ആഡ് ചെയ്തിട്ട് 450 ആയിട്ടുണ്ട്. 450 ആയിട്ടുണ്ട്. അപ്പോൾ 650 650 എത്രയാവും? 550 ആവും അല്ലേ. 550 ആവും അല്ലേ.
ഇപ്പോൾ സ്റ്റോൾ 1 കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റോൾ 2 ക്ലോത്ത് ഷോപ്പാണ്, ഒരു തുണിക്കടയാണ് കേട്ടോ. വിച്ച് എമംഗ് ദ 2 ഡ്രസ്സസ് ക്യാൻ വി ബൈ വിത്ത് 500 റുപ്പീസ്? അതായത് 500 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ 2 വസ്ത്രങ്ങൾ വാങ്ങാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പ്രൈസസ് ആൻഡ് കാൽക്കുലേറ്റഡ്. വില നോക്കി നിങ്ങളും കണക്കാക്കി നോക്കൂ. അപ്പോൾ ഇവിടെ ബില്ല് 1 ബില്ല് 2 എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനം ഏതൊക്കെയാണ്? 2 ഐറ്റം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അതിൻ്റെ വില എഴുതാം. എന്നിട്ടോ അത് ആഡ് ചെയ്യുമ്പം എത്ര കിട്ടണം? 500 കിട്ടണം. അതുപോലെ 2 ജോഡി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതിനുള്ള ബോക്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തത് അല്ലേ, ഡ്രസ്സിൻ്റെ ഒക്കെ പ്രൈസ് എത്രയാണ്? ഇവിടെ മുകളിൽ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് 40, 350, 300, 200, 410, 90, 150. അപ്പോൾ നമുക്ക് ഒന്നാമത്തത് 350 എടുക്കാം. 350യോട് എത്ര കൂട്ടിയാലാണ് 500 കിട്ടുക? 350യിലേക്ക് 50 ആഡ് ചെയ്യുമ്പോൾ 400, പിന്നെ ഒരു 100ഉം കൂടെ ആവുമ്പോൾ 500 അല്ലേ, അപ്പോൾ 150. അപ്പോൾ 350യും 150യും കൂട്ടിയാൽ 500 ആയില്ലേ. അപ്പോൾ ഒരു ചുരിദാറും ഒരു ബെഡ്ഷീറ്റും എടുക്കാം അല്ലേ. അപ്പം ഐറ്റം ഇനം എന്നുള്ളിടത്ത് ചുരിദാർ വില 350 350, ബെഡ്ഷീറ്റ് 150. അപ്പോൾ ആകെ എത്രയാണ്? ടോട്ടൽ 500, 500 രൂപയാണ് അല്ലേ. ഇനി അടുത്ത ബില്ല് എത്ര? ഏതൊക്കെ എടുക്കാൻ നോക്കാം. അടുത്തത് മക്കൾക്ക് ടീഷർട്ട് 300, ഷർട്ട് 200. അപ്പോൾ അത് രണ്ടും വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ സാരി 410 ആണ് അല്ലേ, 410 ആണ്. അതിലേക്ക് സ്കേർട്ട് 90 ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ടീഷർട്ടും ഷർട്ടും എടുക്കാം അല്ലേ, 300ഉം 200ഉം. ഒന്നാമത്തെ ഐറ്റം ടീഷർട്ട് 300, പിന്നെ ഷർട്ട് 200. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 500. ഓക്കെ അല്ലേ. അടുത്തത് സ്റ്റോൾ 3 ആണ്, സംഖ്യാ സൗന്ദര്യം, അതായത് ബ്യൂട്ടി ഓഫ് നമ്പേഴ്സ്. വാട്ട് ആർ ദ നമ്പേഴ്സ് യു ക്യാൻ മേക്ക് ബൈ യൂസിങ് ദീസ് ഡിജിറ്റ്സ് ഓൺലി വൺസ്? ഈ അക്കങ്ങൾ ഒരു തവണ ഉപയോഗിച്ചെഴുതാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് എമംഗ് ദം? പിന്നെയോ ആൻഡ് ദ സ്മോളസ്റ്റ് ഏറ്റവും ചെറിയ സംഖ്യയോ? വാട്ട് ഈസ് ദെയർ സം? അതായത് 2 സംഖ്യകളും കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന്. അപ്പോൾ ദ നമ്പേഴ്സ് ഐ ഗോട്ട്, എനിക്ക് കിട്ടിയ സംഖ്യകൾ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആകെ നമുക്ക് 3 സംഖ്യകളാണ് തന്നിട്ടുള്ളത്, 1, 3, 2. അപ്പോൾ നമുക്ക് ആദ്യം 1 ഫസ്റ്റ് വരുന്ന രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? 1, 2, 3 തന്നെ എഴുതാം. എന്നിട്ടോ പിന്നെ രണ്ടാമതും ആ 1 തന്നെ ഫസ്റ്റ് വരിക. ഞാനൊന്ന് എഴുതി കാണിക്കാം കേട്ടോ. നോക്കിക്കേ, 1, 3, 2 ആണ് നമുക്ക് കിട്ടിയ നമ്പേഴ്സ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ 1 എടുക്കുക. 1 കൊണ്ട് 1, 3, 2 ആണെങ്കിൽ അല്ലെ 1, 2, 3 എന്ന് എഴുതാം. 1, 2, 3. ഇനിയും ഫസ്റ്റ് 1 തന്നെ. ഇത് 2 ഇങ്ങനെ എഴുതിയാൽ പിന്നെ ഒന്ന് തിരിച്ചു എഴുതണമല്ലോ. അപ്പോൾ 1, 3, 2 ഇത് 2 അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടു. അപ്പോൾ നമുക്ക് 2 സംഖ്യകൾ കിട്ടിയോ. അടുത്തത് 2 ഫസ്റ്റ് വരുന്ന രീതിയിൽ. 2 ഫസ്റ്റ് വന്നാൽ 1ഉം 3യും ആദ്യം എഴുതി കൊടുക്കുക. എന്നിട്ടോ വീണ്ടും 2 ഫസ്റ്റ് വരുന്ന രീതിയിൽ ഇത് രണ്ടും തിരിച്ചിടുക. 3, 1. ഇനി 3 ഫസ്റ്റ് വരുന്ന രീതിയിൽ 3. പിന്നെ ഏതൊക്കെയാണ് നമ്പേഴ്സ് ഉള്ളത്? 1ഉം 2 ഉണ്ട്. 1ഉം 2 ഇടുക, 3 ഇടുക. ഇനി 2, 1 തിരിച്ചിടുക. അപ്പം നമുക്ക് 1, 2, 3, 4, 5, 6 നമ്പേഴ്സ് കിട്ടിയില്ലേ. ഈ നമ്പേഴ്സിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? വലിയ സംഖ്യ ഏതാണെന്ന് എങ്ങനെ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്നറിയോ? ഇനി ഏത് സംഖ്യ തന്നാലും എത്ര നമ്പേഴ്സ് തന്നാലും വലിയ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 3 ആണ് അല്ലേ. പിന്നെ ആ 3 അങ്ങോട്ട് ഒഴിവാക്കിയാൽ അടുത്ത വലുത് ഏതാണ്? 2 ആണ്. അടുത്ത വലുത് 1 ആണ്. ഇപ്പം ഇതിലുള്ളത് പറയുകയാണെങ്കിൽ 3, 2, 1 അല്ലേ. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുമ്പോൾ വലിയ സംഖ്യ കിട്ടും. ഇനി ചെറിയ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിലോ ഫസ്റ്റ് അതിൽ നിങ്ങൾക്ക് തന്ന സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം എഴുതുക. പിന്നെ അതിൻ്റെ അടുത്ത വലുത് അങ്ങനെ എഴുതുക. അപ്പോൾ 1, 2, 3 അങ്ങനെ എഴുതുമ്പോൾ അതായിരിക്കും ചെറിയ സംഖ്യ. ഇനിയിപ്പോൾ 1, 2, 3 അല്ല, നിങ്ങൾക്ക് 9, 8, 5 ആണ് തരുന്നത് വെച്ചാൽ വലിയ സംഖ്യ ചോദിച്ചാൽ 9 ഫസ്റ്റ് എഴുതുക, 8 പിന്നെ എഴുതുക, പിന്നെ 5 എഴുതുക. ചെറുത് ചോദിച്ചാലോ നേരെ തിരിച്ചിട്ട് ആദ്യം ചെറുതിൽ നിന്ന് വലുതിലേക്ക് തുടങ്ങാം. മനസ്സിലായോ മക്കൾക്ക്?
ഇനി അടുത്തത് മക്കളെ ഗസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തുക ഏതിനും ഏതിനും ഇടക്കായിരിക്കും എന്നുള്ളത് ഗസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ അല്ലേ, നമ്പർ ഗോട്ട് ബൈ ആഡിങ് എത്രയാണ് നമുക്ക് കൂട്ടി നോക്കാം. 1 2 3 പ്ലസ് 3 2 1 എത്രയാണ്? കൂട്ടാതെ തന്നെ സിമ്പിൾ ആണല്ലേ. 3ഉം 1ഉം 4, 2ഉം 2ഉം 4, 1 3 എത്രയാണ്? 4. അപ്പോൾ 444 ആണല്ലേ ആൻസർ വരുന്നത്. ഒരു ബോക്സിൽ 444 എഴുതി കൊടുക്കുക. പിന്നെ 2 3 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചാലോ കിട്ടുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? മക്കൾക്ക് സിമ്പിളായിട്ട് പറയാലോ. ഞാൻ പറഞ്ഞ നോക്കിക്കേ. വലിയ സംഖ്യ ചോദിച്ചാൽ ആദ്യം വലുത് എഴുതുക, 4 എഴുതുക, പിന്നെ 3 എഴുതുക, പിന്നെ 2 എഴുതുക. ഇനി ചെറിയ സംഖ്യ ചോദിച്ചാലോ ആദ്യം ചെറുത് എഴുതുക, 2 എഴുതുക, 3 എഴുതുക, 4 എഴുതുക. ഇനി കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ എത്രയാണ്? അതിനിതാ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെ ആ സംഖ്യകൾ അല്ലേ 2ഉം 4ഉം തമ്മിൽ കൂട്ടി നോക്കിയാൽ, വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിൽ കൂട്ടി നോക്കിയാൽ എത്രയാണ് കിട്ടുന്നത്? 6 അല്ലേ. അപ്പോൾ 666 ആയിരിക്കും അല്ലേ. മക്കൾ വേണമെങ്കിൽ ഒന്ന് കൂട്ടിയും കൂടെ നോക്കിക്കോളൂ കേട്ടോ. അടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3 4 5 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതിയാലോ വലിയ സംഖ്യ ഏതാണ്? അപ്പോൾ വലുതെടുക്കുക 5, പിന്നെയുള്ള വലുത് ഏതാ? 4, പിന്നെ 3. അപ്പോൾ 5 4 3. ചെറിയ സംഖ്യയോ 3 4 5. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ്? ഫസ്റ്റത്തെ സംഖ്യയും ലാസ്റ്റത്തെ സംഖ്യയിലെ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും കൂടെ കൂട്ടി നോക്കുമ്പോൾ എത്രയാ? 8 അല്ലേ. അപ്പോൾ 8 8 8 അല്ലേ, 888 ആണ് ഉത്തരം ഉണ്ടാവുക. മക്കളൊന്ന് സംശയത്തിന് കൂട്ടിയും കൂടെ നോക്കുക കേട്ടോ. അടുത്തത് എന്താ ചോദിച്ചിട്ടുള്ളത്? ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ സം. കിട്ടിയ തുകയിലെ അക്കങ്ങളുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തുകയിലെ അക്കങ്ങളൊക്കെ എന്താണ്? സെയിം ആണ് അല്ലേ. ഇനി അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ആഡ് ചെയ്ത് ചെയ്യാതെ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എങ്ങനെയാണ് കണ്ടെത്തിയ രീതി പറയാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ? 310 310ഉം 230ഉം 230ഉം കൂട്ടിയാൽ 540 ആണ് അല്ലേ. ഇനി അടുത്തത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? 317 അല്ലേ, 317 ഉണ്ട്, പിന്നെ 230 ഉണ്ട്, 230 ഉണ്ട് അല്ലേ, 230 ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം? വേണമെങ്കിൽ ഫസ്റ്റത്തെ 300ഉം 200ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 500 ആണല്ലേ. അപ്പോൾ 5 ഇട്ട് കൊടുക്കുക. പിന്നെ 30ഉം 17ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 47 ആണ്. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. പിന്നെയോ വേറെ ഒരു സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം? ഫസ്റ്റത്തെ 0ഉം 7ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 7 ആണ്. പിന്നെ 3ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 4 ആണ്. പിന്നെ ലാസ്റ്റത്തെ 2ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്തുള്ളത് ആഡ് ചെയ്യുമ്പോൾ 5 ആണ്. അപ്പോൾ 547. നെക്സ്റ്റ് 315 പ്ലസ് 231, 315 പ്ലസ് 231 ആണ് അല്ലേ. അപ്പോൾ 1ഉം 5ഉം 6 ആണ്, 3ഉം 1ഉം 4 ആണ്, 2ഉം 3ഉം 5 ആണ് അല്ലേ. അപ്പോൾ 546 അല്ലേ, 546. ഇനി അടുത്തതോ 308 ഉണ്ട്, 232 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ 300ഉം 200ഉം കൂടെ എത്രയാണ്? 500 ആണ്. അപ്പോൾ അതിൻ്റെ 5 എഴുതുക. പിന്നെ 32ഉം 8ഉം കൂട്ടിയാൽ 40 ആണ് അല്ലേ. 32നോട് 8 കൂട്ടിയാൽ 40 അല്ലേ. അപ്പോൾ 540 540 എന്ന് വേണേൽ അങ്ങനെ എഴുതാം. ഇനി അതല്ല, ഓരോന്ന് വേണമെങ്കിൽ മക്കൾക്ക് കൂട്ടി നോക്കാം. തുഞ്ചത്തുള്ള 1സിൻ്റെ 8ഉം 2ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പോൾ 10ന് 0 ഇടുക, എന്നിട്ട് ഒരു 1 ആ 3യിലേക്ക് കൂട്ടുക. അപ്പോൾ 4 ആയി. പിന്നെ 2ഉം 3ഉം കൂട്ടിയാൽ എത്രയാണ്? 5 ആണ് അല്ലേ. 200 300ൻ്റെ അത് 5. അപ്പോൾ 540 ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ മക്കൾ ഒരുപാട് കണക്കുകൾ ഇതുപോലെ ചെയ്ത് നോക്കണേ. അപ്പോൾ സ്റ്റോൾ 3 കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റോൾ 4 ആണ്. ലെറ്റ്സ് പ്ലേ ടുഗദർ. കൂട്ടുകൂടാം, കളിക്കാം. വെൽക്കം എവ്രി വൺ ഗെറ്റ്സ് എ ഗിഫ്റ്റ് പാക്കറ്റ്. സ്വാഗതം, വന്നവർക്കെല്ലാം സമ്മാന പൊതിയുണ്ട് എന്ന്. ഹേ പ്ലേ മണി, ഹായ് കളിനോട്ടുകൾ. വാട്ട് ബിബി ആൻഡ് ജിബി ഗോഡ്. ബിബിക്കും ജബിക്കും കിട്ടിയ നോട്ടുകളാണ് താഴെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് നോട്ടുകൾ? നാണയങ്ങൾ എന്നുള്ള സ്ഥലത്ത് 200 100 50 20 10 5 ഉണ്ട് അല്ലേ.
ഇനി ബിബിക്ക് കിട്ടിയത് ഏതൊക്കെ നോട്ടുകളാണ് അവിടെ ഉള്ളത് എന്നാണ് ആദ്യം തന്നിട്ടുള്ളത്. എന്നിട്ട് ബിബിക്ക് കിട്ടിയത് ജബിക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എത്ര എണ്ണം വീതമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ ആ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 200 200ൻ്റെ 2 എണ്ണം ബിബിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് 400 ആണ് അല്ലേ. പിന്നെ 100ൻ്റെത് 0 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 0 തന്നെ. പിന്നെ 50ൻ്റെത് 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. 450 എത്രയാണ് 250 100 450 200 ആണ് അല്ലേ. പിന്നെ 20ൻ്റെത് 3 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 20ൻ്റെ 3 എണ്ണം ആയാലും എത്രയാണ് 60 ആണ് 60. പിന്നെയോ 10ൻ്റെ 4 എണ്ണം 10 × 4 എത്രയാണ് 40. 5ൻ്റെത് കിട്ടിയിട്ടുമില്ല. അപ്പോൾ 400ഉം 200ഉം 600, പിന്നെ 60യും 40യും 100 അല്ലേ. അപ്പോൾ എത്രയാണ് 700 ആണ് ബിബിക്ക് കിട്ടിയത്. അടുത്തത് ജബിക്ക് കിട്ടിയത് 200ൻ്റെത് 0 ആണ്. അപ്പോൾ 0 തന്നെ. 100ൻ്റെത് 2 ആണ്. അപ്പോൾ 200. പിന്നെ 50ൻ്റെത് 0 ആണ്. അപ്പോൾ 0. പിന്നെ 20ൻ്റെതും 0 ആണ്. അപ്പോൾ 0 തന്നെ. 10ൻ്റെത് 5 ആണ്. അപ്പോൾ 50. 5ൻ്റെത് 2 ആണ്. അപ്പോൾ 10. അപ്പോൾ ആകെ 200ഉം 50യും 10ഉം എത്രയാണ് 260. ഇനി പേജ് നമ്പർ 51 ബിബിക്ക് കിട്ടിയത് എത്രയാണ് 700 ആണ് അല്ലേ. ജബിക്ക് കിട്ടിയതോ 260. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് കൂട്ടിയാൽ എത്രയാണ് 700 + 260 സമം എത്രയാണ് 700ഉം 200ഉം 900 അല്ലേ. 960 ആണ് ആൻസർ വരിക. ഈ 960ൽ നിന്നും 1000 രൂപ ആകാൻ എത്ര വേണ്ടി 970 80 90 1000 അല്ലേ. അപ്പോൾ എത്ര വേണം 40 വേണം. ഇനി അടുത്തത് സ്റ്റോൾ 5 ആണ്. കളിക്കാം രസിക്കാം. അപ്പോൾ താഴെ ഒരു ഗെയിമാണ്. ടോക്കൺ എറിയാണ് വേണ്ടത് ഈ കളങ്ങളിലേക്ക്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുക തമ്മിൽ കൂട്ടുക. 2 പ്രാവശ്യം എറിയുക. എന്നിട്ട് 2 തുകകൾ തമ്മിൽ കൂട്ടുക കേട്ടോ. അപ്പോൾ ആദ്യം ബിബിക്കും ജബിക്കും കിട്ടിയത് ഒരേ സംഖ്യയാണ്. ഏതൊക്കെയാണ് 237ഉം 146 ആണ്. അപ്പോൾ അവർ രണ്ടാളും കൂടെ കൂട്ടിയത് എങ്ങനെയാണെന്ന് നോക്കുക അല്ലേ. രണ്ടാളും വേറെ വേറെ രീതിക്കാണ് കൂട്ടിയത്. അപ്പോൾ ഒരാളുടേത് എങ്ങനെയാണ് 237 + 146. എന്നിട്ട് എന്ത് ചെയ്തു 200 30 പിന്നെ +7 അല്ലേ. 200 + 30 + 7 100 + 40 + 6 അല്ലേ. ഓരോ വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് വിഭജിച്ച് എഴുതിയിട്ടുണ്ട് അല്ലേ. വേറെ വേറെ ആക്കി എഴുതിയിട്ടുണ്ട്. എന്നിട്ടോ ഹൺഡ്രഡ്സ് ഒക്കെ ആദ്യം എടുത്തു. 200 + 100 അല്ലേ. അപ്പോൾ പിന്നെയോ 30 + 40 പിന്നെ വൺസ് 7 + 6 അങ്ങനെ. എന്നിട്ട് 200ഉം 100ഉം കൂട്ടി 300. എന്നിട്ട് ടെൻസുകൾ തമ്മിൽ കൂട്ടുക. 30 + 40 70 അല്ലേ. പിന്നെ വൺസ് തമ്മിൽ കൂട്ടുക. 7 + 6 എത്രയാണ് 13. എന്നിട്ടോ 300 + 70യും 13ഉം 83 ആണ്. എന്നിട്ട് 383. അങ്ങനെയാണ് ബിബി ചെയ്ത രീതി. ഇനി ജബി ചെയ്തത് എങ്ങനെയാണ് 237ഉം 146ഉം കൂടെ എന്ത് ചെയ്തു വൺസ് മാത്രം അതിൽ നിന്ന് മാറ്റി അല്ലേ. 237ന് 7 അല്ലേ വൺസ്. അപ്പോൾ 230 + 7 ആക്കി. 146ന് 6 അല്ലേ വൺസ്. അപ്പോൾ 140 + 6 ആക്കി അല്ലേ. എന്നിട്ടോ വൺസ് തമ്മിൽ കൂട്ടി. 7ഉം 6ഉം 13 ആണ്. പിന്നെ 230യും 140യും കൂട്ടിയപ്പോൾ 370 ആണ്. അപ്പോൾ എന്താണ് 370 + 13 383 അല്ലേ. ഒരേ ആൻസർ തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് 100കൾ 10കൾ 1കൾ അല്ലേ. ഹൺഡ്രഡ്സ് ടെൻസ് വൺസ് അങ്ങനെ 3 എണ്ണം വിഭജിക്കുക ഒരു നമ്പർ കിട്ടിയാൽ. എന്നിട്ടോ 237 2 ആണ് ഹൺഡ്രഡ്സ് 3 ടെൻസ് 7 വൺസ്. 146ലോ 1 ഹൺഡ്രഡ്സ് 4 ടെൻസ് 6 വൺസ് ആണ് അല്ലേ. എന്നിട്ട് അതിലുള്ള 7ഉം 6ഉം കൂട്ടിയപ്പോൾ 13 ആണ്. അപ്പോൾ അതിൻ്റെ 3 എഴുതി 1 ഇപ്പുറത്തേക്ക് കൂട്ടുക. അപ്പോൾ എത്രയാണ് 3ഉം 4ഉം 7 ആണ്. 7നോട് 1 പ്ലസ് ചെയ്താൽ 8 ആണ് അല്ലേ. പിന്നെ ഹൺഡ്രഡ്സിൻ്റെത് 2ഉം 1ഉം ആഡ് ചെയ്താൽ എത്രയാണ് 3 ആണ് അല്ലേ. അപ്പോൾ 383 ആണ് കിട്ടുന്നത്. ഇനി 237നോട് 146 കൂട്ടിയാൽ 383 കിട്ടും. 236നോട് 148 കൂട്ടിയാൽ എത്ര കിട്ടും മനക്കണക്കായിട്ട് പറയാ.
237നോട് 146 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 383 കിട്ടിയത്. വൺസിൻ്റെ സ്ഥാനത്തുള്ള 7ഉം 6ഉം കൂട്ടിയപ്പോൾ 13 ആണ് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 2, 3 സെയിം അല്ലേ? 1, 4ഉം സെയിം ആണ്. 100കളും 10കളും സെയിം ആണ്. വൺസിൻ്റെ അക്കം മാത്രമാണ് മാറിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ 8ഉം 6ഉം എത്രയാണ്? 8ഉം 6ഉം 14 ആണ് അല്ലേ? അപ്പോൾ 4 ആണ് അവിടെ തുഞ്ചത്ത് വരിക, വൺസിൻ്റെ സ്ഥാനത്ത് വരിക. അപ്പോൾ 384 ആണ് അല്ലേ ആൻസർ കിട്ടുക. ഇനി മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തും കൂടെ നോക്കുക കേട്ടോ. അടുത്തത് മിൻഹക്ക് കിട്ടിയ സംഖ്യകൾ 536, 325 എന്നിവയാണ്. തുക കണക്കാക്കി നോക്കൂ. 536ഉം 325ഉം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഹൺഡ്രഡ്സ് എത്രയാണ്? 530, പിന്നെ +6, അതുപോലെ തന്നെ 300 + 20 + 5 അല്ലേ? അതിനെ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് അങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. അതിനുശേഷം 536 + 325 = 500ഉം 300ഉം എത്രയാണ്? 800 ആണ് അല്ലേ? പിന്നെ 30ഉം 20ഉം 50 ആണ്. അടുത്തത് വൺസ് 6 + 5 എത്രയാണ്? 11 ആണ് അല്ലേ? അപ്പോൾ എത്രയാണ് വരുന്നത്? 850 ആണോ വരിക? 11 ആകുമ്പോൾ 11ൽ നിന്നൊരു 10 അങ്ങോട്ട് എടുക്കാനുണ്ട് അല്ലേ? അപ്പോൾ 60 ആവും. 861 ആണ് വരിക. അപ്പോൾ സൈഡിൽ ചെയ്ത് നോക്കണ്ടോ? 536 + 300, പിന്നെ അത് രണ്ടും ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 836 കിട്ടിയില്ലേ? അതിനോട് 20 ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 856 കിട്ടി. അതിനോട് 5 ആഡ് ചെയ്തപ്പോൾ 861 കിട്ടി. അപ്പോൾ എങ്ങനെ കണക്ക് കൂട്ടിയാലും ആൻസർ ഒന്ന് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. ഇനി നമുക്കും ടോക്കൺ എറിഞ്ഞ് കളിക്കാം അല്ലേ? ഒരാൾക്ക് 2 തവണ എറിയാം. ഓരോ തവണയും കിട്ടിയ സംഖ്യകളുടെ തുക കണക്കാക്കുക. ഇനി എനിക്ക് കിട്ടിയ സംഖ്യകൾ 1-ാം കളി 2-ാം കളി എന്നുണ്ട് കേട്ടോ. തുക കണക്കാക്കിയ രീതിയും താഴെ എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഫസ്റ്റ് അപ്പുറത്തെ പേജിലുള്ള ബോക്സിലുള്ള ഏത് സംഖ്യയും എടുക്കാം. അപ്പോൾ ഏതെടുക്കാം? അപ്പോൾ ഒന്നാമത്തെ കളിയിൽ നമുക്ക് ഏതൊക്കെ എടുക്കാം? 400ഉം 200ഉം എടുക്കാം. സിമ്പിളായിട്ടുള്ള എടുക്കാം അല്ലേ? അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. 400 + 200 = 600. നമുക്ക് 312 എടുക്കാം. അതുപോലെ തന്നെ 145 എടുക്കാം അല്ലേ? ഇനി എങ്ങനെ നോക്കാം? 312 അല്ലേ? 312 ഹൺഡ്രഡ്സ് 300, ടെൻസ് ആണെങ്കിൽ 10, പിന്നെ വൺസ് ആണെങ്കിൽ 2, പിന്നെ 145 ആണെങ്കിലോ 100 + 40 + 5 അല്ലേ? എന്നിട്ടോ ആ 300ഉം 100ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 400, 10ഉം 40ഉം ആഡ് ചെയ്തപ്പോൾ 50, 2ഉം 5ഉം ആഡ് ചെയ്തപ്പോൾ 7, പിന്നെ 400ഉം 50ഉം 450 + 7, 457. ഇനി മക്കൾക്ക് വേറെ 2 സംഖ്യകളും എടുത്ത് ചെയ്യാം കേട്ടോ. അടുത്തത് ഫൈൻഡ് ദ മൈറ്റി, അതായത് വമ്പനെ കണ്ടെത്തൂ. ഹൗ ഡിഡ് വി ഗെറ്റ് 164? 164 എങ്ങനെയാണ് കിട്ടിയത്? ബോക്സ് പിരമിഡ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 65ഉം 99ഉം കൂട്ടിയപ്പോഴാണ് 164 കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ബോക്സിലത്തത് കണ്ടുപിടിക്കാൻ 99ഉം 146ഉം കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 146 + 99. ഇപ്പോൾ എത്രയാണ്? 9ഉം 6ഉം എത്രയാണ്? 15 ആണ് അല്ലേ? 15 ബാക്കി 1. അപ്പോൾ 4ഉം 1ഉം എത്രയാണ്? 5 ആണ്. 5ഉം 9ഉം എത്രയാണ്? 14 ആണ്. അപ്പോൾ വീണ്ടും ഒരു 1. അപ്പോൾ 1ഉം 1ഉം 2. അപ്പോൾ 245 ആണ് ഒന്നാമത്തത്. അടുത്തതോ 199 + 146. അപ്പോൾ 9ഉം 6ഉം 15 ബാക്കി 1. അപ്പോൾ 10. 10ഉം 4ഉം 14 ബാക്കി 1 2 3 അല്ലേ? 345 ആണ്. ഇനിയോ 590 തന്നിട്ടുണ്ട് അല്ലേ? അതെങ്ങനെയായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? ഈ 245 + 345 ആഡ് ചെയ്താൽ എത്രയാണ്? 5ഉം 5ഉം 10 ബാക്കി 1 5 4 9 2 3 5 590 ആണ് മുകളിലത്തെ സംഖ്യ വരുന്നത്. ഇനിയോ 146ഉം 99ഉം ആഡ് ചെയ്തപ്പോൾ 245 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 245 +
164. അടുത്ത മുകളിലെ സംഖ്യയാണ് കേട്ടോ. 9, 10, ബാക്കി എത്രയാ? 1, 3, 4. അപ്പോൾ 409 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി 590 പ്ലസ് 409 എത്രയാ? 999. ഇതാണ് അപ്പം മുകളിലെ ഏറ്റവും മുകളിൽ ആൻസർ വരിക. അപ്പം നമുക്ക് ആ ബോക്സിലേക്ക് എല്ലാം ഒന്ന് എഴുതി നോക്കാം ആൻസേഴ്സൊക്കെ. അപ്പോൾ മക്കൾ ഇതുപോലെ ആൻസർ എഴുതുക കേട്ടോ. അടുത്തത് 199 199 1 കൂട്ടിയാൽ വമ്പന് വരുന്ന മാറ്റം എന്താണ്? ക്രിയ ചെയ്യാതെ പറയണേ. എത്രയാണ്? 199 കഴിഞ്ഞാൽ എത്രയാണ്? 200 ആണല്ലേ. പിന്നെ 146 1 കൂട്ടി നോക്കിയാലോ? വമ്പൻ്റെ സ്ഥാനത്ത് എത്രയായിരിക്കും? ക്രിയ ചെയ്യാതെ പറയണേ. അപ്പോൾ എത്രയാണ്? 147. പിന്നെ 199 2 കൂട്ടി നോക്കൂ. അപ്പോൾ എത്രയാണ്? 199 200 201 അല്ലേ. ഇനി താഴെയുള്ള 4 സംഖ്യകളോടും 1 വീതം കൂട്ടിയാൽ വമ്പൻ എത്ര കൂടും? 199 1 കൂടിയാൽ 200 ആവും. 146 1 കൂടിയാൽ 147 ആവും. 99 1 കൂടിയാൽ 100 ആവും. 65 1 കൂടിയാൽ 66 ആവും അല്ലേ. അപ്പോൾ തൊട്ടടുത്ത സംഖ്യയാണ് അല്ലേ 1 കൂടുമ്പോൾ വരുന്നത്. ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ഭാഗമാണ് കേട്ടോ ഉൾപ്പെടുത്തുന്നത്. അടുത്ത സ്റ്റോൾ 6 മുതൽ ബാക്കി വർക്കുകളൊക്കെ അടുത്ത പാർട്ട് 2 ആക്കിയിട്ടിടും. അപ്പോൾ മക്കൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുകയും ചെയ്യണേ. ഏത് സമയത്തും റിപ്ലൈ കിട്ടും. ഓക്കെ, എന്നാൽ മക്കളെ ബൈ.